ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പച്ചപ്പയറും ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട് പയറ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 150 ഗ്രാം ചെറിയ ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് പറഞ്ഞത്. ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ചെമ്മീനേക്കാളും ചെറിയ ചെമ്മീനാണ് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് പറ്റുമെങ്കിൽ ചെറിയ ചെമ്മീൻ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പയറും ചെമ്മീനും വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇത് വീണ്ടും ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം വരാത്ത രീതിയിൽ ഇതിൽ നിന്നും കോരിയെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 7 ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ സവാള ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ചെറിയുള്ളിയൊക്കെ നന്നായി വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഉണക്കമുളക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളൊക്കെ ഈ ഒരു എണ്ണയിൽ കിടന്നൊന്ന് ചൂടായി വരട്ടെ. പൊടികളെല്ലാം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ചെമ്മീനും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പയറ് ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ ഈ ഒരു തോരൻ ഉണ്ടാക്കാറ് വളരെ കുറവാണ്. കൂടുതലായിട്ടും കോട്ടയം എറണാകുളം സൈഡിലാണെന്ന് തോന്നുന്നു കൂടുതലായും ഈ ഒരു തോരൻ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ഇതിന്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.